നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ഏഷ്യൻ കപ്പിന് പ്രൗഢഗംഭീരമായിട്ടുള്ള തുടക്കം. ഉദ്ഘാടന മത്സരം മികച്ച പ്രകടനത്തോടുകൂടി ആതിഥേയരായിട്ടുള്ള ഖത്തർ വിജയിച്ചു. ലുസൈൽ സ്റ്റേഡിയത്തിൽ അതിമനോഹരമായ ഒരു സെറിമണിക്ക് ശേഷം നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ലെബനനെ ഇപ്പോൾ ഖത്തർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറിന് വേണ്ടി അക്രം അഫീഫും അൽമോയ് സലിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അക്രം അഫീഫ് ബ്രൈസ് ആണ് കണ്ടെത്തിയത്. മത്സരത്തിന്റെ 45-ാമത്തെ മിനിറ്റിൽ അഫീഫിലൂടെ ഖത്തർ ലീഡ് എടുക്കുന്നു. രണ്ടാം പകുതിയിൽ 56-ാമത്തെ മിനിറ്റിൽ അൽമോയ് സലിയുടെ ഗോൾ വന്നതോടുകൂടി ഏകപക്ഷീയമായ 2 ഗോളിന്റെ ലീഡായി ഖത്തർ വിജയം ഉറപ്പിക്കുകയാണ് എന്നത് അവിടെ തന്നെ വ്യക്തമായിരുന്നു. ഒടുവില് കളിയുടെ അവസാനത്തിൽ ഇഞ്ചുറി ടൈമിൽ അക്രം അഫീഫ് തന്റെ ബ്രൈസ് പൂർത്തിയാക്കിയതോടെ ലെബനനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഖത്തർ AFC ഏഷ്യൻ കപ്പിന് തുടക്കമിട്ടു. ഇന്ന് AFC ഏഷ്യൻ കപ്പിൽ ഇന്ത്യയുടെ മത്സരമാണ്. എതിരാളികള് ഓസ്ട്രേലിയയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. AFC ഏഷ്യൻ കപ്പിന്റെ ഗ്രൂപ്പ് എയിലാണ് ഖത്തർ ഉള്ളത്. ഖത്തറും ചൈനയും തജിക്കിസ്ഥാനും ലെബനനുമാണ് ആ ഗ്രൂപ്പിലെങ്കിൽ ഗ്രൂപ്പ് ബിയിലാണ് ബ്ലൂ ടൈഗേഴ്സ് ഉള്ളത്. ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, സിറിയ, ഇന്ത്യ ടീമുകൾ ഗ്രൂപ്പ് ബിയിൽ. ഗ്രൂപ്പ് സിയിൽ ഇറാൻ, UAE, ഹോങ്കോങ്, പാലസ്തീൻ ടീമുകൾ. ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ, ഇന്തോനേഷ്യ, ഇറാഖ്, വിയറ്റ്നാം ടീമുകൾ. ഗ്രൂപ്പ് ഇയിൽ സൗത്ത് കൊറിയ, മലേഷ്യ, ജോർദാൻ, ബഹ്റൈൻ ടീമുകൾ മത്സരിക്കുമ്പോൾ ഗ്രൂപ്പ് എഫിലാണ് സൗദി അറേബ്യയും തായ്ലൻഡും കിർഗിസ്ഥാനും ഒമാനും ഉള്ളത്. എന്തായാലും ഇനി ഏഷ്യൻ ഫുട്ബോളിന്റെ പൂരത്തിന്റെ കാലമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.